നിങ്ങളുടെ വീടുകൾ ശ്മശാനങ്ങളാക്കി കളയരുത്. നിങ്ങളുടെ വീടുകൾ ശ്മശാനങ്ങളാക്കി കളയരുത്. ഇന്ന ശൈത്വാന, കാരണം പിശാച്ച് യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ മുഴുവനായി ഓതപ്പെടുന്ന ഒരു വീട്ടിലേക്കും പിശാച്ച് കടന്നു വരുന്നില്ല. സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന ഒരു വീട്ടിൽ പിശാച്ചിന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീടുകൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതണം. ശ്മശാനങ്ങളിൽ ആരും ഇത് ചെയ്യുന്നുണ്ടാവില്ല. ഖബറിൻ്റെ ഉള്ളിൽ പോയിട്ട് നിസ്കരിക്കുന്നില്ലല്ലോ. മനുഷ്യൻ അവിടെ ജസാഇൻ്റെ പ്രതിഫലത്തിൻ്റെ ലോകത്താണ്. അമ്പിയാക്കന്മാർ നിസ്കരിക്കുന്നവരുണ്ട്, അതിനെ സംബന്ധിച്ചല്ല പറയണത്. അതുകൊണ്ട് നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്. വീടുകളിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വേണമെന്നാണ്. ഫർള് പള്ളിയിൽ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് വീടുകളെ സജീവമാക്കണം. അവിടെ നിസ്കാരം വേണം, അവിടെ ഖുർആനും ഓതണം. സൂറത്തുൽ ബഖറ പ്രത്യേകം പാരായണം ചെയ്യപ്പെടണം. അത്തരം വീടുകളിൽ പിശാച്ചിൻ്റെ ശല്യമുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പിശാച്ചിൻ്റെ ശല്യം എന്ന് പറഞ്ഞെടുത്ത് ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. അവിടെ ശൈത്താൻ കൊണക്കട ഇളകുക, പിശാച്ച് ഇളകിപ്പറയാ. ഇത് മാത്രമല്ല, പിശാച്ച് വരിക എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ മനുഷ്യന്മാർക്ക് അള്ളാഹിനെ പേടിയില്ലാണ്ടാവുക. ആ വീട്ടിലെ ആളുകൾ നിസ്കാരം ശ്രദ്ധിക്കാത്തവരായി ജീവിക്കുക. ആ വീട്ടിലെ ആളുകൾക്ക് ഹലാലും ഹറാമൊന്നും വിഷയമല്ല. ആ വീട്ടിൽ എപ്പോഴും ചർച്ച, ദുന്യാവിൻ്റെ ചർച്ച മാത്രമേ നടക്കൂ. അങ്ങനത്തെ അവസ്ഥയൊന്നും സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിലുണ്ടാവില്ല. അവിടെ പിശാച്ച് കടന്നു വരില്ല. അതുകൊണ്ട് വീടിൽ സൂറത്തുൽ ബഖറ ഓതണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.